പകൽ സമയത്തുള്ള ഖത്തറിലെ ചുട്ടുപൊള്ളുന്ന ചൂട് എന്നെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. എങ്കിലും മകൻ്റെ സഹായത്തോടുകൂടി ഒരു ദിവസം കാറിൽ പൂർണ്ണമായി ഇരുന്നു കൊണ്ട് തന്നെ ദോഹ ചുറ്റിക്കറങ്ങാൻ തീരുമാനിച്ചു. ആ ദൂരെ കാണുന്ന അരിവാള് പോലെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടമാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വിതരണ കെട്ടിടം. ഇലക്ട്രിസിറ്റിക്ക് ഇവിടെ യാതൊരു മുടക്കവും വരാറില്ല. ഇത് ദോഹയിലെ ഒരു ട്രാഫിക് ജംഗ്ഷനാണ്. എന്തൊരു അച്ചടക്കമാണെന്ന് നോക്കൂ. ദോഹയിലെ റോഡുകളെല്ലാം വളരെ വിശാലമാണ്. 6 വരിപ്പാതയും 4 വരിപ്പാതയും എല്ലാം ഇവിടെ സുലഭമാണ്. കൂടാതെ രാജ്യത്തിൻ്റെ റോഡ് സേഫ്റ്റി നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്ന ഒരു ജനവിഭാഗവും. മാത്രമല്ല, റോഡ് യാത്ര സുഗമമാക്കുന്നതിനായി ആവശ്യമായ സ്ഥലത്തൊക്കെ തന്നെ മേൽപ്പാതകൾ, അതായത് ഓവർ ബ്രിഡ്ജുകൾ യഥേഷ്ടം പണി കഴിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ കടന്നു വരുന്നതാണ് ഉക്കൂദ്, അതായത് പെട്രോള്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പമ്പുകളിൽ പെട്രോൾ നിറയ്ക്കുന്നതിനായി കൊണ്ടുപോകുന്നതാണ് നാം ഈ കാണുന്നത്. ഇവിടെ പെട്രോളിന് നമ്മുടെ നാട്ടിലെ 50 രൂപയിൽ താഴെയേ വില വരൂ. ഇത്തരത്തിൽ സ്തൂപം പോലെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടമാണ് മോസ്ക്, അതായത് മുസ്ലിം ആരാധനാലയങ്ങൾ. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് പള്ളികൾ ഇവിടെ നമുക്ക് ഖത്തറിൽ കാണാൻ കഴിയും. ഫിഫ വേൾഡ് കപ്പ് കാലത്ത് പണി കഴിപ്പിച്ച അൽ ജനൂബ് ഫുട്ബോൾ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് നാം ഈ കാണുന്നത്. പഴയ അൽ ഖലീഫ ഇൻ്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം അടക്കം 8 സ്റ്റേഡിയങ്ങളാണ് ഖത്തറിൽ ഉള്ളത്. ആ കാണുന്നതാണ് നാം അടക്കം വരുന്ന വിദേശികൾ താമസിക്കുന്ന കെട്ടിട സമുച്ചയങ്ങൾ. ഇത്തരത്തിൽ ധാരാളം കെട്ടിട സമുച്ചയങ്ങൾ ഖത്തറിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കടന്നു പോകുന്നത് പാചകവാതക ഇന്ധനമാണ്. ഖത്തറിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തുന്ന പ്രകൃതി വിഭവമാണിത്. മനോഹരമായ തുമാമ ഇൻ്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയമാണ് ഈ കാണുന്നത്. ഒരു തൊപ്പിയുടെ ആകൃതിയാണ് ഈ സ്റ്റേഡിയത്തിന്. പൊതുയാത്രാ സംവിധാനത്തിന് ഇവിടെ ലൈൻ ബസ്സുകളുണ്ട്. അത്തരത്തിലൊരു ബസ്സാണ് നാം ഈ കാണുന്നത്. ചെറിയൊരു ഫീസിൽ മെട്രോയിലും യാത്ര ചെയ്യാം. മെട്രോ കാർഡുള്ളവർക്കെല്ലാവർക്കും ബസ്സുകളിൽ സൗജന്യ യാത്രയും ചെയ്യാം. അതിസമ്പന്നരുടെ ഒരു രാജ്യം തന്നെയാണ് ഖത്തർ. ഖത്തറിലെ കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരും.